ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ സുധി ജോലിക്ക് പോകുന്നത് കാണിച്ചിട്ടാണ്. അപ്പോൾ സുധി ജോലിക്ക് പോകുമ്പോൾ അച്ഛൻ ചോദിക്കുകയാണ്, നീ എങ്ങനെയാണ് പോവാറ്? അപ്പോൾ ഓട്ടോയിലേക്കാണ് ഞാൻ ഇന്നും പോവാറ് എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ രവി ചോദിക്കുകയാണ്, അപ്പോൾ നിനക്ക് അവിടെ നിന്ന് ഒരു കാർ എടുത്തോടെ, നീ എന്തായാലും ഒരു കാർ ഷോറൂമിലല്ല വർക്ക് ചെയ്യണേ ചോദിക്കുമ്പോൾ, അങ്ങനെയൊന്നും നമുക്ക് എടുത്തോണ്ടിരാൻ പറ്റില്ല അച്ഛാ എന്ന് പറയും. അതെനിക്കും അറിയാം, ഞാൻ ചോദിച്ചത് നിനക്കൊരു കാറ് വാങ്ങിക്കൂടെ സ്വന്തമായിട്ടെന്നാണ് ചോദിച്ചത്. ഞാനോ എന്ന് ചോദിക്കും. അപ്പോൾ പിന്നെ അല്ലാണ്ട് നീയല്ലേ ഇവിടെ ജോലിക്ക് പോകണത് എന്നൊക്കെ ഒന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ വേഗം തന്നെ ശ്രുതി ഇറങ്ങി വരികയാണ്. ശ്രുതി ഇറങ്ങി വന്നിട്ട് പറയും, ഇതൊരു നല്ല ഐഡിയ ആണല്ലോ, അച്ഛനെ ഇപ്പം എന്നെ അത് ഓർമ്മിപ്പിച്ചത്, എനിക്കിത് ഇങ്ങനത്തെ ഒരു ഐഡിയ എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല, താങ്ക്സ് അച്ഛ. ശ്രുതി, നമുക്ക് എന്തായാലും ഒരു കാർ എടുക്കാം, അപ്പോൾ അതിനുള്ള പൈസയൊക്കെ എനിക്ക് എൻ്റെ കയ്യിൽ എവിടെ നിന്നാണ് ചോദിക്കുമ്പോൾ, പൈസ അല്ലെങ്കിൽ നമുക്ക് ലോൺ എടുക്കാം, പിന്നെ ശ്രുതിക്ക് അത് അടച്ചാൽ മതിയല്ലോ മാസം എന്നൊക്കെ പറയും. അപ്പോൾ ശ്രുതി ആകെ പെട്ട പോലെ നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ട്, അമ്മേ എൻ്റെ ഫുഡ് എടുക്കുമെന്ന് പറഞ്ഞിട്ട് ഫുഡ് കൊണ്ടുവരും കേട്ടോ. അപ്പോൾ ചന്ദ്രയോട് പറയാണ്, ഇന്ന് വേഗം എടുത്ത് വെച്ചൂടെ, എന്നെ കാണാൻ എത്ര ക്ലയൻസ് അവിടെ വെയിറ്റ് ചെയ്തിരിക്കണമെന്ന് അറിയോ, അവർക്കൊക്കെ മുഷിച്ചിലാവില്ലേ, ഇങ്ങനെ നാളെ തൊട്ട് ഫുഡ് നേരത്തെ എടുത്ത് വെക്കണം കേട്ടോ എന്നൊക്കെ പറയും. അപ്പോൾ ചന്ദ്ര ഇങ്ങനെ നോക്കൂട്ടോ. അത് കഴിഞ്ഞിട്ട് ചന്ദ്ര ബാമേനെ വിളിച്ച് വരുത്താണ് ശ്രീകാന്തിനെ കാണാൻ പോകാൻ വേണ്ടിയിട്ട്. ശ്രീകാന്തിനെയും വർഷേനെയും എങ്ങനെയെങ്കിലും വീട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാട്ടോ. അങ്ങനെ പോകുന്ന വഴിക്കാണ് ശ്രീകാന്തിനെ വഴിയിൽ വെച്ച് കാണുമ്പോൾ വേഗം തന്നെ ചന്ദ്ര പോയി കെട്ടിപ്പിടിക്കുകയും കരയൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെയാണ് അവരുടെ ഭാഗത്തിൽ. രേവതിയാണെങ്കിൽ സച്ചിക്ക് തിരിച്ചാൽ വീണ്ടും വണ്ടി കിട്ടാൻ വേണ്ടി ഫിനാൻഷ്യറെ കാണാൻ വേണ്ടി പോയിരിക്കുക. അപ്പോൾ സച്ചിയുടെ ഭാര്യ വന്നിട്ടുണ്ടെന്ന് ഫിനാൻഷ്യറുടെ പണിക്കാർ പറയുമ്പോൾ അവളവിടെ വെയിറ്റ് ചെയ്യാൻ പറയും. എന്നിട്ട് രേവതിനെ അവിടെ കുറേ നേരം പിടിച്ച് നിർത്തുകയാണ് കേട്ടോ. അതൊക്കെയാണ് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.